ഹായ് ഡിയേഴ്സ്, താളം എന്ന നോവലുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. സുബഹ് ബാങ്ക് വിളിച്ചു. മഞ്ഞുതുള്ളികൾ മന്ദാരപ്പൂവിൽ മുത്തമിട്ടുകൊണ്ടിരുന്നു. കുഞ്ഞിമ്മൂ മീകൾ തുറന്നു. അവൾ ജനവാതിൽ തുറന്നു. കുളിരുള്ള കാറ്റ് അവളെ തഴുകി. തണുപ്പ് സഹിക്കാൻ വയ്യാതെ അവൾ ജാലകം അടച്ചു. പിന്നെ വുളു എടുത്ത് നമസ്കരിച്ചു. അടുക്കളയിൽ കയറി പ്രാതലിനുള്ളത് തയ്യാറാക്കാൻ തുടങ്ങി. പ്രാതലിനുള്ള ഭക്ഷണം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രഭാത സവാരിക്കിറങ്ങിയ കുഞ്ഞി മുഹമ്മദ് പത്രവുമായി വന്നു. കുഞ്ഞിമ്മുവോ, എന്താടി ഇന്ന് രാവിലെ? ഇഡലിയും സാമ്പാറും. നിനക്ക് ഇഡലിയിൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോടി? എന്നും ഇഡലി? നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ ഇഡലി. എനിക്ക് ഇന്ന് ഇഡലി വേണ്ട. പഴഞ്ചോറും മീൻകറിയും ഉണ്ടോ? എന്നാ അതെടുക്ക്. കുഞ്ഞിമ്മു ഭർത്താവിന് പഴഞ്ചോറും മീൻകറിയും വിളമ്പിക്കൊടുത്തു. കുഞ്ഞി മുഹമ്മദ് രുചിയോടെ കഴിച്ച് തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഒരു മൂളിപ്പാട്ടും പാടി ഷവറിന് ചുവട്ടിൽ നിന്ന് കുളിച്ചു. ചന്ദ്രികാ സോപ്പ് തേച്ച് മേലെ ആകെ പതപ്പിച്ചു. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി പുതിയ കുപ്പായമണിഞ്ഞ് കുഞ്ഞിമ്മൂന്റെ മുന്നിൽ വന്നു നിന്നു. ഇപ്പൊ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. പെണ്ണുങ്ങൾ കണ്ടാ നോക്കിപ്പോകുമോ? പൊയ്ക്കോ എന്റെ മുന്നീന്ന്. നിങ്ങളുടെ ഒരു തമാശ. കുഞ്ഞി മുഹമ്മദ് ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. കാർ എടുത്ത് ഡ്രൈവ് ചെയ്തു. തനിക്ക് പോകാനുള്ള ഇടം ലക്ഷ്യമാക്കി വണ്ടി പോയിക്കൊണ്ടിരുന്നു. ബോഗൻവില്ലകൾ വർണ്ണം വിതറി നിൽക്കുന്ന ഒരു വീടിന്റെ മുന്നിൽ കാറ് നിന്നു. തുടരും. പ്ലീസ് ഷെയർ, പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, പ്ലീസ് കമന്റ്.